ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ നല്ല ചെയ്യുന്നത്. ഞാൻ ലോങ് വീഡിയോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട ടൈമിൽ വ്ളോഗോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ്, ഈവനിങ് വ്ളോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഇന്നിപ്പോൾ എനിക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാരണം രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ അവർ സണ്ണൊക്കെ കുതിച്ച് വന്നപ്പോൾ ആ ഒരു മൂടൽ മഞ്ഞിലൂടെയൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ടു ഡു ലിസ്റ്റ് എഴുതാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാനിപ്പോൾ ദിവസം എഴുതാറുണ്ട് എന്ന് ഇല്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് തോന്നുന്ന ടൈമിലുള്ളൂ ഞാൻ എഴുതാറ്. അല്ലെങ്കിൽ ആകെപ്പാടെ നമുക്കൊന്ന് കൺഫ്യൂഷൻ ആവും എപ്പോഴാണ് അത് ചെയ്യാമെന്നൊക്കെ. ദിവസം നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് തോന്നുന്ന ടൈമിൽ ഇത് എഴുതും. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും ഇപ്പോൾ എക്സാമൊക്കെ വരാനായതുകൊണ്ട് തന്നെ കുറേ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരിക്കും ഈ ക്ലാസ് ഇല്ലാത്ത ഡേയ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്. പിന്നെ അത് നമുക്ക് കാണുന്ന ഒരിടത്ത് വെക്കുക. നമ്മളിപ്പോൾ ടേബിളിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഇന്ന് ഇനിയും ഇത് ചെയ്യാണ്ടല്ലോ എന്നിങ്ങനെ തോന്നും. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡയറി മേക്ക് ഓവർ ചെയ്യാം. ആ ഡയറി ഞാൻ ഇന്ന് ജേണൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എൻ്റെ ഡയറിയുടെ ഫ്രണ്ട് കവർ കാണിക്കാറില്ല. കാരണം ഇതാണ് അവസ്ഥ. എൻ്റെ ഫ്രണ്ട് കവർ ഒട്ടും ഭംഗിയില്ലാതെ കിടക്കുകയാണ്. ഇതിൻ്റെ മുകൾ വശം കണ്ടാലേ അറിയാൻ ഇതിൻ്റെ മുകളിൽ കുറേ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഒരു മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഞാനത് പിന്നെയും മാറ്റിയതിന് ശേഷം പുതിയ മേക്ക് ഓവർ ചെയ്യും. എനിക്ക് ഒട്ടും എൻ്റെ മേക്ക് ഓവർ സാറ്റിസ്ഫൈ ആവാറില്ല. ആ ടൈമിൽ സാറ്റിസ്ഫൈ ആകും, പിന്നീട് അങ്ങോട്ട് ഞാൻ എൻ്റെ പുതിയ മേക്ക് ഓവർ ചെയ്യും. ഇന്നിപ്പോൾ അതൊക്കെ ഞാൻ ചീന്തി കളഞ്ഞ് പുതിയൊരു മേക്ക് ഓവർ ചെയ്യാണ്. ഞാൻ ഇന്ന് മേക്ക് ഓവർ ചെയ്യാനിരുന്നാലും അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് ഒരുമാതിരി കോലാക്കാറുണ്ട്. ഇന്നിപ്പോൾ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. ഇന്നത്തെ മേക്ക് ഓവർ ഒട്ടും ഓവറാക്കരുത് സുലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിങ്ങിലൊക്കെ പോയി കിട്ടുന്ന പേപ്പർ കവർ തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ മെയിൻ ആയതാണ് ഈ പേപ്പർ കവർ. എൻ്റെ എല്ലാ ക്രാഫ്റ്റ്സിലും ഞാൻ പരമാവധി പേപ്പർ കവർ യൂസ് ചെയ്യാറുണ്ട് തോന്നുന്നു. പേപ്പർ കവർ കിട്ടുന്ന ഒരു ബ്രൗൺ കളറല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി കുറവ് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്നത് പോലെ നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാപ്ലെയർ ചെയ്യുന്നില്ല, ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ സ്കൂൾ ബുക്സൊക്കെ എൻ്റെ ഉമ്മന്നാറ് ഇപ്പോഴും പൊതിഞ്ഞ് തരാറുള്ളത്. കാരണം ഞാൻ പൊതിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നും. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഈ ബുക്ക് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർ നിൽക്കുന്നത്. ഇതൊക്കെ ഞാൻ പൊതിയും, എനിക്കറിയാം. പക്ഷേ എൻ്റെ സ്കൂൾ ബുക്സൊക്കെ എൻ്റെ ഉമ്മന്നെയാണ് ഇപ്പോഴും പൊതിഞ്ഞ് തരാറുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കോർണർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെയാണ് ആ കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ. പിന്നെ ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ഒട്ടിച്ചിങ്ങനെ കൈ വെച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു, അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു തല ഒട്ടിക്കുമ്പോഴേക്കും മറ്റേ തല വിട്ടുപോരും. ഞാൻ പറഞ്ഞില്ലേ, അത് കട്ടി നല്ല കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് ഒട്ടി നിൽക്കാൻ നല്ല റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ മറ്റേ സൈഡ് അത് അടിയിലോട്ടാക്കിയും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും ഓരോ തുമ്പ് നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ മേക്ക് ഓവറിൽ ഇതുപോലൊരു ക്ലീനാക്കി ഞാൻ ഇതുവരെ പൊതിഞ്ഞെടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതുപോലെ തന്നെ പേപ്പർ ബാഗിൻ്റെ ഒരു ഷീറ്റ് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒട്ടിച്ചതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, 2-3 ടൈപ്പ് കളറിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഡാർക്ക് കളറുള്ളത് എടുത്തിട്ടുണ്ട്. അതൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ടിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബുക്കിൻ്റെ ഒരു ഹാഫ് ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഹാഫ് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ടിയർ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു മെസ്സി ആയിട്ട് കിടക്കുന്ന ഭാഗം, ആ ഭാഗം താഴത്തേക്ക് ആക്കിയതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. താഴത്തേക്ക് ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ എക്സസ് ആയിട്ടുള്ള ഭാഗം ഫസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് ഒരു ഭംഗിക്കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിലോട്ട് തന്നെ മടക്കി അതൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജേണലിനോ അല്ലെങ്കിൽ മൈ ഡയറി എന്നൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ അതിൽ ജേണൽ മാത്രമല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു ഡയറി കൂടിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതുന്നതാണ് ഇതിൽ. എൻ്റെ ഹാപ്പിനെസ്, സാഡ്, ജേണൽ എല്ലാം ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോയുടെ തീമോ പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാനിങ് ഒക്കെ ഇതിലാണ്. എൻ്റെ എല്ലാം ഇതിലാണ്, ഞാൻ ഫുള്ള് ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൈ ഡയറി അങ്ങനെ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. പെൻസിൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഫോണ്ടിൽ മൈ ഡയറി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പെയിൻറ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇതാണ്
നമ്മളെ ഹീറോയിക് പെൻ എന്ന് പറയും. ഇതിൽ ഇങ്ക് നിറച്ചിട്ടാണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എഴുതി കൊടുക്കുക. ഇത് യൂസ് ചെയ്ത് എഴുതാനൊക്കെ നല്ല സാറ്റിസ്ഫൈങ് ആണ്. കാരണം ആ ഇങ്ക് ഇങ്ങനെ വരുന്നത് നമുക്കിങ്ങനെ അറിയാൻ കഴിയും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സാറ്റിസ്ഫൈങ് ആണെങ്കിലും പക്ഷേ ഈ ഒരു പെന്നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മഷിയാകും. കാരണം ഇത് ഇങ്കാണല്ലോ, അത് ആ ഇങ്ക് നമ്മുടെ കയ്യിൽ നല്ലവണ്ണമാകും. പിന്നെ നമ്മൾ ഇത് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമേ എടുക്കുള്ളൂ. കാരണം അത് ആ ഒരു നമ്മളിപ്പോൾ ഒരു ലെറ്ററൊക്കെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെറ്റർ എഴുതുമ്പോഴേക്കും ഫസ്റ്റ് ലെറ്റർ ഉണങ്ങിയിട്ടുണ്ടാകും. അത്രക്കും എളുപ്പം ഉണങ്ങും. പക്ഷെ നമ്മൾ ഇങ്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മൾ നല്ല കട്ടിക്കാണല്ലോ ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഫോണ്ടിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇങ്ക് ഫില്ലിങ്ങിൻ്റെ പാട്ട് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സാറ്റിസ്ഫൈങ് ആണെന്ന്. കാരണം അത് ആ ഇങ്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് ഇങ്ങനെ അറിയാൻ കഴിയും. നല്ല സ്മൂത്തിലാണ് ആ ഇങ്ക് അതിൽ നിന്ന് വരിക. ആ ഇങ്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് നല്ല നല്ല സാറ്റിസ്ഫൈങ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫോണ്ടിലാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ട്, എങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാനൊരു തീം പേപ്പറിൽ നിന്ന് ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ അല്ലാതൊരു തീം പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഫ്ലവറാണ്. അതും കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോഴേക്കും നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡയറിയൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ നേരെ എൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഫോൺ യൂസ് ചെയ്യാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നു. ഫോണൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ റിപ്ലൈസൊക്കെ കമൻറ്റൊക്കെ തരികയാണ്. നിങ്ങൾ കമൻറ്റ് റിപ്ലൈ ഒക്കെ തന്നിട്ടും കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു 11K അടുത്ത് 11K അടുത്തല്ല, 11K കഴിഞ്ഞിട്ടുണ്ട്. 11.4K ഒക്കെ ആയിട്ടുണ്ട്. ഒരു 11,400 ആയിട്ടുണ്ട് സംതിങ്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തരുമെന്ന്. ഞാനൊരു ഇത്തിരി നേരം മൊബൈൽ നോക്കിയപ്പോഴേക്കും ഉമ്മ വന്ന് പറഞ്ഞു, അണക്കിതൊക്കെ നോക്കിയിരിക്കണ നേരം 4 അക്ഷരം പഠിച്ചുവിടീന്ന്. ഇമ്മ പറയണേലും കാര്യമുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് ഒരു 3-4 ആയിട്ട് എക്സാം തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനങ്ങനെ ഷോർട്സൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം എനിക്കിപ്പോൾ എക്സാമൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബുക്കൊക്കെ തുറന്നിരുന്നു. എനിക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്ട്സാണ് ഈ കാണാതെ പഠിക്കുന്ന വിഷയങ്ങൾ. ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാകും. ബാക്കി കാണാതെ പഠിക്കുന്ന വിഷയങ്ങൾ എനിക്ക് നല്ല ടഫായിട്ട് തോന്നാറുണ്ട്. മാർക്കൊക്കെ ഉണ്ടാകും, ബട്ട് നല്ല ടഫ്. ഞാൻ അത്രയും സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കുന്ന ഒരു വിഷയമാണ് ഈ ജോഗ്രഫി, ഹിസ്റ്ററി, ബയോളജി. അതൊക്കെ നമുക്ക് കുറേ കാണാതെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ഇതൊക്കെ പറഞ്ഞു തരാം. നമ്മൾ ഈ ഹിസ്റ്ററി, ജോഗ്രഫി അതൊക്കെ നമുക്ക് കുറേ കാണാതെ പഠിക്കാനുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. എനിക്ക് എൻ്റെ ബുക്കിൽ ഈ കളറൊന്നും കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും, എന്നിട്ട് പഠിക്കും. ഫസ്റ്റ് തന്നെ നമ്മളൊരു പാരഗ്രാഫ് വായിക്കും. അതിൽ കാണുന്നതൊക്കെ അപ്പം അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെയും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആ അണ്ടർലൈൻ ചെയ്തൊക്കെ ഒന്ന് പഠിക്കും. നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് മാത്രം ഒന്ന് പോയിൻറ്റ്സ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് മനസ്സിലേക്ക് വരും. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതെൻ്റെ ചെറിയൊരു സീക്രട്ട് ടിപ്സ് തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയും തോന്നുന്നു. നമ്മുടെ മാക്സിമം കോൺസെൻട്രേഷൻ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. ആ 20 മിനിറ്റ്സ് ഒരു കാര്യത്തിൽ നമ്മുടെ ബ്രെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയുള്ളൂ. ആ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നമുക്ക് വേണ്ടതൊക്കെ ഒന്ന് പഠിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്തിലൂടെ നടക്കുകയും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മനസ്സിൽ മൊത്തം. അതല്ലാത്ത എന്ത് കാര്യങ്ങൾ നമുക്ക് പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ആ പെറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് മുറ്റത്തിലൂടെയൊക്കെ വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങി നടക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എൻ്റെ വീട്ടിൽ ഉമ്മ കുറേ ചെടികളൊക്കെ വളർത്തുന്നതുകൊണ്ട് തന്നെ നല്ല റിലാക്സേഷനാണ് മുറ്റത്തിലൂടെ നടന്നാൽ. കാരണം കുറേ ചെടികളും പൂവൊക്കെ ആയിട്ട്. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഒരു ഉച്ചക്കായിട്ടുണ്ട്, ഒരു 1.5 മണിക്കൂറൊക്കെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു പൊതിച്ചോറ് സെറ്റാക്കുന്നുണ്ട്. കുറച്ച് വീട്ടിലെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാനൊരു പൊതിച്ചോറ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി അവിടെ വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഇരിക്കണമല്ലോ, എന്നാലല്ലോ അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് അമ്മനെ കുളിച്ച് നിസ്കരിച്ച് ഞാൻ ളുഹർ നിസ്കരിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഒന്ന് ഉറങ്ങി. ഒരു 4-5 മണിയൊക്കെ ആയ ടൈമിൽ ഞാനൊന്ന് എണീറ്റതിന് ശേഷം ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ആ എണീറ്റ ടൈമിൽ നല്ലൊരു കോഫി കുടിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഒരു നല്ലൊരു ഉറക്കത്തിൽ എണീച്ചിട്ട് നല്ലൊരു കോഫി കുടിക്കുക അടിപൊളിയല്ലേ.
ഇനി നമുക്ക് ഒരു ജേർണൽ ചെയ്യാം. ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ നല്ലതൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് നല്ലൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജേർണൽ ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ജേർണലൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് 2 സൈഡിലായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് നല്ലൊരു ഫ്രഷ് ഒരു ഡ്രൈ ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വാഷി ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതാം. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. പിന്നെ എനിക്കിന്നുണ്ടായതും ഇന്നലെ ആയിട്ടുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനും നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ നമുക്കിത് നമ്മുടെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ ഒരു ക്രാഫ്റ്റ് ബോക്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഈ കാണുന്ന ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ട് എൻ്റെ വീട്ടിൽ. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറ്. അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട്. അതായത് നല്ല സൺസെറ്റൊക്കെ ഒന്നിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ സ്കൈ ഒക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട്. എനിക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. അതായത് 2-3 കോഴികളേ ഉള്ളൂ. അപ്പോൾ അതിറ്റൊക്കെ ഇങ്ങനെ തീറ്റിട്ട് കൊടുത്തിട്ടും അങ്ങനെ അതിറ്റങ്ങളൊക്കെ ഒന്നിങ്ങനെ നോക്കിയിരുന്ന ടൈം പോയതേ അറിഞ്ഞില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ മാറി നല്ലൊരു ഇരുട്ടായി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ വീട്ടിൽ കയറി അങ്ങനെ നിസ്കരിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ പഠിച്ചു. ഒരു 9-9:30 വരെയൊക്കെ 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാഗ് സെറ്റാക്കാം. അതായത് ടൈം ടേബിൾ നോക്കാം. ഈ ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ചാനലിൽ ഇട്ട ഒരു ടൈം ടേബിൾ തന്നെയാണ്. ഈ ഒരു ടൈം ടേബിളിന് 1 മില്യൺ അടിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് 1 മില്യൺ അടിച്ച ഷോർട്സാണിത്. അങ്ങനെ ടൈം ടേബിളൊക്കെ ആ ബുക്കൊക്കെ നോക്കി വെച്ചു. പിന്നെ അങ്ങനെ കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു കൊടുത്തു. പിന്നെ പേന പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ബാഗൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മൂഡ് ട്രാക്കർ ഇന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ മൂഡ് ട്രാക്കർ നമ്മൾ ഓഗസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ തീരാനായിട്ടുണ്ട് ഏകദേശം. ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അതിലൊരു ദിവസം നമ്മളിന്ന് കളർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അത്യാവശ്യത്തിന് ഹാപ്പി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹാപ്പി നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ ആണല്ലോ, നമ്മൾ ഇൻഡെക്സിൽ നോക്കി ബ്ലൂ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ. അതായത് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ക്ലാസ് ഇല്ലാത്ത ഡേ കടന്നു പോകാറുള്ളത്. ഇതൊന്നും ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ല. പിന്നെ സ്റ്റഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.